കാലടി സംസ്കൃത സർവകലാശാലയിൽ പ്രധാനമന്ത്രി അവഹേളിക്കുന്ന ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പരാതി. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിനിൽ ദിനേശനാണ് പരാതി നൽകിയത്. കുറ്റക്കാരെ കണ്ടെത്തുന്നതിലും കർശന നടപടി സ്വീകരിക്കുന്നതിലും കേരള പോലീസ് പൂർണ്ണ പരാജയമാണെന്നും ഈ സാഹചര്യത്തിൽ അടിയന്തര നടപടി വേണമെന്നും പരാതിയിൽ ദിനിൽ ദിനേശ് ആവശ്യപ്പെടുന്നു. അരുൺ കൊടുങ്ങൂർ ചേരുന്നവരുമായി. അരുൺ, ചർച്ച കണ്ടെത്താൻ കഴിയാതെ പോകുന്നത്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പരാതിയുമായി പോകേണ്ടി വന്നത് എന്ന് വ്യക്തമാണ്. എന്നാലും പരാതിയിൽ എന്താണ് പറയുന്നത്? ഒരു സംഭവമായി ഈ കാലടി സർവകലാശാലയിലെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തെ കാണാനാകില്ല. അതുകൊണ്ട് തന്നെയാണ് നിലവിലത്തെ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകിയിരിക്കുന്നത്. യുവമോർച്ച നേതാവായ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ദിനിൽ ദിനേശാണ് ഇത്തരത്തിൽ ഇമെയിൽ മുഖേന കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഈ ഒരു സമയത്ത് പ്രധാനമന്ത്രിയെ വികലമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഈ ഫ്ലെക്സ് ബോർഡുകൾ. അത് SFIയുടെ നേതൃത്വത്തിലുള്ള ഈ യൂണിയൻ തന്നെയാണ്, ഔദ്യോഗികമായി തിരഞ്ഞെടുത്ത യൂണിയൻ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് പിന്നിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ആരാണ് ഫ്ലെക്സ് വെച്ചത് എന്ന് കണ്ടെത്തി അവർക്കെതിരെ തക്കതായ നടപടി സ്വീകരിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനമായി ഈ ഇമെയിൽസ് പരാതിയിൽ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നിലവിലെ കലാപ ആഹ്വാനത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിക്കുകയാണ്. പക്ഷേ പോലീസിൻ്റെ അന്വേഷണത്തിൽ യാതൊരു തരത്തിലുള്ള തൃപ്തിയില്ല. നമുക്കറിയാം, രാഷ്ട്രീയ സമ്മർദ്ദ ഫലമായി ഈ ഫ്ലെക്സ് വെച്ചവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്കാണ് നിലവിൽ പോലീസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം, കൃത്യമായ ഒരു ഇടപെടൽ, നീതി ലഭിക്കുന്ന രീതിയിലേക്കുള്ള ഒരു അന്വേഷണം ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടാൻ BJP തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സർവകലാശാലയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. ഇത് കേവലം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. നിരന്തരമായി ഇത്തരത്തിൽ രാജ്യവിരുദ്ധമായുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനങ്ങൾ ഈ സർവകലാശാലയ്ക്ക് ഉള്ളിൽ നടക്കുന്നു. ഇപ്പോൾ സർവകലാശാലയിലെ കലോത്സവത്തിൻ്റെ ഭാഗമായാണ് ഇത്തരം ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുന്നത്. എന്തായാലും തക്കതായ ഒരു നടപടി, കൃത്യമായ ഒരു നടപടി, ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് നിലവിൽ യുവമോർച്ച നേതാവ്, യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിനിൽ ദിനേശ് നൽകിയിരിക്കുന്നത്. ഓക്കെ, ശരി.